അടിപൊളിയായിട്ട് ഒരു ഹെയർ ഓയിൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിച്ചു തരാം കേട്ടോ. എണ്ണ കാച്ചാനായിട്ട് 1 ലിറ്റർ ചക്കിലാട്ടിയ വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യമായിട്ട് വേണ്ടത് കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ. അപ്പം ഞാൻ നന്നായി കഴുകിയിട്ട് ഉണക്കിയെടുത്ത കറിവേപ്പിൻ്റെ ഇലയാണ് കേട്ടോ. പിന്നെ നമുക്കിത് ഇത്രയും ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊരു 5 നെല്ലിക്കയാണ് കേട്ടോ. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് നല്ലോണം അരയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞിറക്കണത്. ഇത് കരിഞ്ജീരകവും നമ്മുടെ ഉലുവയും കൂടിയാണ് ഞാൻ കുതിർത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഈ സ്പൂൺ കൊണ്ട് ഒരു 2 ടീസ്പൂണാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സിയിൽ അടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് അടിയണം കേട്ടോ. ഇനി നമുക്ക് അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റാം കേട്ടോ. കാച്ചുമ്പോൾ എപ്പോഴും അടി കട്ടിയുള്ള പാത്രം തന്നെ എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ചീഞ്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മിക്സിയിൽ അടിച്ച് വെച്ചിരിക്കുന്ന ഈ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് നന്നായിട്ട് ഈ എണ്ണയിലേക്ക് കൂട്ടി യോജിപ്പിക്കണം കേട്ടോ. ഇത് നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചിട്ട് അതിലേക്ക് വെക്കാം കേട്ടോ. ഇനി നമുക്ക് ചട്ടി അടുപ്പത്തേക്ക് വെക്കാം കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് കയ്യിലുകൊണ്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ ഇളക്കണത് നിർത്താൻ പാടില്ല കേട്ടോ. എണ്ണ ഇപ്പോൾ ചളി പരുവായിട്ടുള്ളൂ കേട്ടോ. അത് മണൽ പരുവാകുമ്പോഴാണ് നമ്മുടെ എണ്ണ ആവുള്ളൂ കേട്ടോ, റെഡി ആവുള്ളൂ. അപ്പം മണൽ പരുവായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ എണ്ണ ഇവിടെ റെഡിയായി. ഇനി നമ്മളിത് അടുപ്പിൽ നിന്ന് എടുത്ത് പുറത്ത് വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. ഇനി നമുക്ക് ചൂടാറിയ ശേഷം ഒരു കുപ്പിയിലാക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ എണ്ണ ഇവിടെ റെഡിയായി. ഇനിയൊരു ഇത് ചൂടാറി കഴിഞ്ഞാൽ നമുക്കൊരു കുപ്പിയിലാക്കി വെക്കാം കേട്ടോ. ഇനി നമുക്കൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റാം കേട്ടോ. എണ്ണയൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഗ്ലാസ് ജാറിൽ തന്നെ ഒഴിച്ചു വെക്കാനായിട്ട് നോക്കുക കേട്ടോ. പെട്ടെന്ന് കേടുവന്ന് പോവൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് തൈറോയിഡ് PCOD ഒക്കെ ഉള്ള ആളുകൾക്കൊക്കെ നന്നായിട്ട് മുടി വളരാനായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.